എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാനിവിടെ ഗുരുദേവ് നിത്യാനന്ദ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ച രാത്രി ട്രെയിനിൽ കയറി ഇന്നലെ ശനിയാഴ്ച രാവിലെ എത്തി. ഇന്നലെ മൊത്തം ആശ്രമത്തിലായിരുന്നു. അപ്പം രാവിലെ ഗുരുദേവിൻ്റെ ഗുഹയ്ക്കകത്തിരുന്ന് കുറേ നേരം ധ്യാനം ചെയ്തു. പിന്നെ ഉച്ചയ്ക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഗുരുദേവിൻ്റെ ആശ്രമത്തിൻ്റെ അടുത്തുള്ള മന്ദിരത്തിൽ പോയി. അതായത് ഇന്നലെ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെനിഞ്ഞാന്ന് തന്നെ ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തത്. ഇവിടെ ഇന്നലെ എന്തൊക്കെയാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ ശനിയാഴ്ചയായിരുന്നു. ഇന്നലെ ശനി പെയർച്ചി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇന്നലെ കറുത്തവാവായിരുന്നു. അതുമാത്രമല്ല, ഇന്നലെ ഉച്ചയ്ക്ക് സൂര്യഗ്രഹണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ദിവസമായതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ച തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ശനിയാഴ്ച ഇവിടെ ഗുരുമന്ദിരത്തിൽ കോട്ട എന്നാണ് ഇവിടെ ഉള്ള ആൾക്കാർ, കാഞ്ഞങ്ങാട് ആൾക്കാർ പറയുന്നത്, നിത്യാനന്ദ കോട്ട എന്നാണ് പറയുന്നത്. ഇവിടെ വന്നിരുന്ന് ജപിക്കണം, ധ്യാനം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇന്ന് ഞായറാഴ്ച, ഈ ഷൂട്ട് എടുക്കുന്നത് രാവിലെ 7 മണിക്ക് ഞായറാഴ്ചയാണ്. ഇന്നും നാളെയും ഇവിടെ ഒരു ചെറിയ ഒരു സത്സംഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ കരുതിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പം 3 ദിവസം ആശ്രമത്തിൽ തന്നെ നിൽക്കും. അപ്പം ഇന്ന് നേരത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡിസംബർ 15 വന്നപ്പം ഒരു വീഡിയോ ഇട്ടിരുന്നു ആശ്രമത്തിനെ കുറിച്ച്. അതുപോലെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് അത്. അന്ന് തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞു, ഒരു 3 ബുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഗുരുദേവിനെ കുറിച്ചുള്ള ബുക്ക്. അതായത് 3 ലാംഗ്വേജിലുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഉണ്ട്. ഇതിൽ ഗുരുദേവ് കാണിച്ച അത്ഭുതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മൾ സ്വാമി നിത്യാനന്ദായിയും നമ്മുടെ ഒരു ഗുരുവായിട്ട് സ്വീകരിച്ച സ്ഥിതിക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ അറിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചതും ഫുള്ളായിട്ട് വായിച്ചതും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കിടാം. നിങ്ങൾക്കും അതിൽ അറിയാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. 1-2 വീഡിയോ ഇതിനെക്കുറിച്ചും ഞാൻ സ്പെഷ്യലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പം നേരത്തെ ഉള്ള വീഡിയോയിൽ ഗുരുദേവിനെ എങ്ങനെ അവരുടെ അമ്മയച്ഛനും കണ്ടെത്തിയത്, അതായത് വളർത്ത് അമ്മയച്ഛനും കണ്ടെത്തിയത്, പിന്നെ ഈശ്വര അയ്യർ എന്നുള്ള ഒരു അഡ്വക്കേറ്റാണ് അവിടെ അദ്ദേഹത്തിനെ വളർത്തിയതും കാര്യങ്ങളൊക്കെ ചെയ്തതുമൊക്കെ, അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈശ്വര അയ്യർ ഈ കാശി യാത്രയ്ക്ക് പോകുമ്പം നമ്മുടെ നിത്യാനന്ദ അപ്പം കൊച്ചു പയ്യനായിരുന്നു, രാമ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ രാമനെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം ക്ഷേത്രാടനം പോയി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ക്ഷേത്രാടനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈശ്വര അയ്യർക്ക് വയ്യാതായി, അദ്ദേഹം മരിച്ചു. അപ്പം ഗുരുദേവ് ആ സമയത്ത് ഈശ്വര അയ്യരുടെ കൂടെ തിരിച്ചു വന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാന്ന് പറഞ്ഞു. പക്ഷേ ആ മരണം സംഭവിച്ചപ്പം എങ്ങനെയോ ഗുരുദേവിനെ അറിഞ്ഞ്, എങ്ങനെയോന്ന് വെച്ചാൽ ഗുരുദേവിൻ്റെ ശക്തി കൊണ്ട് അത് അറിഞ്ഞ് നേരെ ഈശ്വര അയ്യരുടെ വീട്ടിൽ എത്തി. അപ്പം അവിടെ അന്തിമ ചടങ്ങെല്ലാം നടത്തി. പിന്നെ ഈശ്വര അയ്യരുടെ ചിതാഭസ്മം എടുത്തുകൊണ്ട് ഗുരുദേവ് വീണ്ടും കാശിക്ക് വന്ന് ഗംഗയിൽ ഭസ്മത്തിനെ ഒഴുക്കിയിട്ട് കാശിയിൽ തന്നെ അവിടെ തന്നെ നിന്നു. അപ്പോൾ അവിടെ കാശിയിൽ കാലഭൈരവർ എന്നൊരു ക്ഷേത്രമുണ്ട്, ചെറിയ അമ്പലമാണ്. കാലഭൈരവർക്ക് വേണ്ടി മാത്രമുള്ളത്. അവിടെ നമ്മുടെ ഗുരുദേവ് നിത്യാനന്ദ 41 ദിവസം അവിടെ ഇരുന്ന് ധ്യാനം ചെയ്യുമായിരുന്നു. അപ്പം ഞാനും എൻ്റെ കാശി യാത്രയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ഞാൻ കാശിയിൽ പോയി എത്തിയ ഉടനെ അന്ന് രാത്രി ആദ്യമായിട്ട് പോയത് ഈ കാലഭൈരവരുടെ ടെമ്പിളാണ്. 4-5 ദിവസം കാശിയിൽ നിന്നു. തിരിച്ചു വന്നപ്പോഴും ഈ കാലഭൈരവരുടെ ടെമ്പിളിൽ പോയി തൊഴുതിട്ടാണ് ഞാൻ വന്നത്. ഈ കാലഭൈരവൻ എന്ന് പറയുന്നത് ശിവൻ്റെ ഒരു അംശമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം കാലഭൈരവരെ തൊഴുമ്പം നമുക്ക് ഈ മരണഭയം ഇല്ലാതെ പോകും എന്നുള്ളതാണ് ഐതിഹ്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ 41 ദിവസം കാശിയിൽ നിന്നു. പിന്നെ അദ്ദേഹം ഇങ്ങനെ കാൽനടയായിട്ട് പല സ്ഥലങ്ങളിൽ പോയി, ബർമ്മ, സിലോൺ എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പോയി.
പിന്നെ വിവേകാനന്ദർ സമാധിയായ 1902 ജൂലൈ 4 നമ്മുടെ സ്വാമി വിവേകാനന്ദ സമാധിയായ സമയം നമ്മുടെ ഗുരുദേവ് ചെന്നൈയിലായിരുന്നു. പിന്നെ ചെന്നൈയിൽ നിന്ന് ഓരോ സ്ഥലമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പോയപ്പം അദ്ദേഹം അതിനിടയ്ക്ക് ഈ രാമ എന്ന് പറഞ്ഞ കൊച്ചു പയ്യൻ വലുതായി. അപ്പം ഈശ്വര അയ്യർ തന്നെ നീ നിത്യാനന്ദ എന്നുള്ള പേരിൽ അറിയപ്പെടുമെന്ന് പേരിട്ടിട്ട് പോയത്. രാമ എന്നിട്ട പേരും അദ്ദേഹമാണ്, ഈ നിത്യാനന്ദ എന്നിട്ട പേരും ഈശ്വര അയ്യർ തന്നെയാണ് ഇട്ടത്. അപ്പം ഇങ്ങനെ ഈ ഈശ്വര അയ്യരുടെ മരണത്തിന് ശേഷം നമ്മുടെ ഈ നിത്യാനന്ദയെ കുറിച്ച് വലിയ അറിവൊന്നും ആർക്കും ഇല്ല. കുറേ നാൾ അറിയപ്പെടാതിരുന്നു. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സമയത്താണ് ക്ഷേത്രാടനം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം ഈ കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ സ്ഥലത്ത് അവിടെ ഈ റെയിൽവേ ലൈനിൽ, അതായത് ഈ കാഞ്ഞങ്ങാട് തന്നെ ഒരു റെയിൽവേ ലൈനിൽ ആൾക്കാരിങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ട്, അപ്പം കണ്ണൻ എന്ന് പറഞ്ഞ പേരുള്ള ഒരാൾ പെട്ടെന്ന് മയങ്ങി വീണു. അങ്ങേർക്ക് ഫിറ്റ്സ് വന്നു. അപ്പോൾ ആ ഫിറ്റ്സ് വന്നപ്പം പലരും വന്ന് എന്തൊക്കെയോ ചെയ്തു, അവർക്കറിയാവുന്ന രീതിയിലൊക്കെ വൈദ്യം ചെയ്തു. അപ്പം ഈ കറുത്ത് നല്ല പൊക്കമുള്ള ആകൃതിയുള്ള ഒരാൾ വന്നു, ഭസ്മം എടുത്ത് കണ്ണൻ്റെ വായിലിട്ടു. അപ്പോഴത്തേക്ക് കണ്ണൻ എല്ലാം നേരെയായി എണിച്ചിരുന്നു, നോർമലായി. അപ്പോഴത്തേക്ക് ആൾക്കൂട്ടം കൂടി. ഭസ്മം ഇട്ടപ്പോഴത്തേക്ക് ഇതെല്ലാം ശരിയായി. അപ്പോൾ ഇതാരോ അതിശയങ്ങൾ നടത്താനുള്ള ഒരു മഹാനാണ് ഇത് എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരിങ്ങനെ പറഞ്ഞ് ആ സ്ഥലത്തുള്ള ആൾക്കാരെല്ലാം കൂടി അവർ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ കൂട്ടത്തിലുള്ള ഒരാളാണ് കണ്ടുപിടിച്ചത്, ഇത് ഇവിടെ ഉള്ള രാമൻ എന്ന് പറയപ്പെടുന്ന കൊച്ചു പയ്യനായിരുന്നു. ഇപ്പം നിത്യാനന്ദ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്, ഇദ്ദേഹം ഒരു മഹാനാണ് എന്ന് അങ്ങേർക്ക് ഒരാളിനെ മനസ്സിലായി. അങ്ങേര് കൂട്ടത്തിലുള്ളവർക്കെല്ലാം പറഞ്ഞു. അങ്ങനെ കൂട്ടം കൂടി വരുമായിരുന്നു, ഭയങ്കര കൂട്ടമായിപ്പോയി. അപ്പം ആളുകളൊക്കെ അറിഞ്ഞ് ഓടി വരിക. ആ റെയിൽവേ ട്രാക്ക് മൊത്തം വലിയ ഒരു കൂട്ടമായിരുന്നു, ഒരുപാട് ആൾത്തിരക്ക് ഉണ്ടായിരുന്നു. അവരെല്ലാം അവരവരുടെ പാടും ദുരിതം പറയുക. എൻ്റെ മോന് സുഖമില്ല, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, എനിക്കതിന് മരുന്ന് വേണം, ഇതിന് പോംവഴി പറയണം. അങ്ങനെ എല്ലാവരും നിത്യാനന്ദയെ ചുറ്റി നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കൂട്ടം കൂടിയപ്പോഴത്തേക്ക് ആ റെയിൽവേ ട്രാക്കിൽ കൂടാണ് ചെന്നൈ മാംഗ്ലൂർ ട്രെയിൻ പോകുന്ന സമയം. അപ്പം ചെന്നൈ മാംഗ്ലൂർ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അവിടെ ഈ സ്റ്റേഷൻ മാസ്റ്റർ പോലെ ഉള്ള ഒരു ആളാണ് നാരായണൻ നായർ. അങ്ങേര് ഭയങ്കര സ്ട്രിക്റ്റ് ഓഫീസറാണ്. അപ്പം അങ്ങേരെ ടൈഗർ നാരായണൻ നായർ എന്നാണ് പറയുന്നത്. നമ്മൾ ചിലർ അവനൊരു പുലിയാണ്, അവൻ ടൈഗറാണ്, അവൻ കടുവായാണ് എന്നൊക്കെ പറയത്തില്ലേ, ഇരട്ട പേരിടുന്ന പോലെ ഇദ്ദേഹത്തിന് ഒരു പേരിട്ടത് ടൈഗർ നാരായണൻ നായർ എന്നാണ്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ആൾക്കൂട്ടം കൂടിയപ്പം സ്വാമി നിത്യാനന്ദയ്ക്ക് അടുത്ത് പോയി പറഞ്ഞു, നിങ്ങൾ ഇവിടെ സ്ഥലം മാറണം, ട്രെയിൻ വരുന്നു എന്ന്. അപ്പം നിത്യാനന്ദ അനങ്ങിയില്ല. അദ്ദേഹം അനങ്ങാത്തതുകൊണ്ട് മറ്റേ കൂടിയിരുന്ന ആൾക്കാരും ആരും ഒന്നും അനങ്ങിയില്ല. അപ്പം ഈ ചെന്നൈ മാംഗ്ലൂർ ട്രെയിനിനെ ഓടിച്ചുകൊണ്ട് വന്നത് ഒരു ആംഗ്ലോ ഇന്ത്യനാണ് ഡ്രൈവർ. അപ്പോൾ ഇദ്ദേഹം നാരായണൻ നായർ ഡ്രൈവറെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ റെയിൽവേ ട്രാക്കിൽ വലിയ ഒരു ആൾക്കൂട്ടമുണ്ട്, നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അവിടെ നല്ല പൊക്കമുള്ള കറുത്തിട്ടുള്ള ഒരാളുണ്ട്, അയാളുടെ പുറത്ത് ഇടിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ അതേ സ്പീഡിൽ വന്നു എന്ന്. അപ്പോൾ ഇതേ ഡ്രൈവർ ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയപ്പം ഡ്രൈവർ വേറൊന്നും വിചാരിച്ചില്ല, അതേ സ്പീഡിൽ വന്നു. അടുത്ത് വന്നപ്പം ഡ്രൈവർ നേരിട്ട് സ്വാമി നിത്യാനന്ദയെ ഒന്ന് നോക്കാൻ കഴിഞ്ഞു. നോക്കിയ സമയത്ത് ആ എൻജിൻ അവിടെ നിന്നു, പെട്ടെന്ന് അങ്ങ് നിന്നു. അപ്പം ഡ്രൈവർക്ക് ഒരു ഷോക്ക്. അപ്പം ഡ്രൈവർ സ്വാഭാവികമായിട്ട് എന്തോ വിചാരിക്കും, എന്തോ എൻജിനിലെ ഏതോ ഒരു കോളാറ് എന്ന് വിചാരിച്ച് എല്ലാ ഭാഗവും ടെസ്റ്റ് ചെയ്തു. അപ്പം അതൊക്കെ അക്കാലത്ത് സ്റ്റീം എൻജിനാണ്. അപ്പോൾ ഈ സ്റ്റീമിൻ്റെ പ്രഷർ എത്ര, അത് ആവശ്യത്തിന് സ്റ്റീം ഉണ്ടോ എന്നൊക്കെ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്നത്, എല്ലാം തൊട്ട് നോക്കിയപ്പോഴും ഓക്കെ ആണ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നാരായണൻ നായർക്ക് അപ്പം മനസ്സിലായി, ഇത് സാധാരണ ഒരു കാര്യമല്ല, ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുന്ന ആൾ സാധാരണപ്പെട്ട ആളല്ല, ഒരു മഹാനാണ്, അദ്ദേഹത്തിൻ്റെ ഒറ്റ നോട്ടത്തിലാണ് എൻജിൻ നിന്നേ എന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് നാരായണൻ നായർക്ക് മനസ്സ് മാറി അദ്ദേഹത്തിൻ്റെ നിത്യാനന്ദയുടെ കാലിൽ വീണ്
നമസ്കരിച്ചു. അപ്പോഴത്തേക്ക് ഡ്രൈവറും വന്ന് നമസ്കരിച്ചു. അതിന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം സ്വാമിജി അവിടുന്ന് മാറി ട്രെയിനും അങ്ങ് പോയി. അതിന് പിന്നെ നാരായണൻ നായർ നമ്മുടെ സ്വാമി നിത്യാനന്ദയുടെ വളരെ അടുത്തുള്ള ഒരു ഭക്തനായി കോതമംഗലം എന്നുള്ള സ്ഥലത്ത് സ്വാമിജിക്ക് വേണ്ടി ഒരു ആശ്രമം വരെ പണിയിച്ചു. ആശ്രമത്തിൽ സ്വാമിജിയും വന്ന് കുറച്ച് നാൾ തങ്ങി. അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്നും 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 സ്വാമിജിയെ ചുറ്റി അതിശയങ്ങൾ, മിറാക്കിൾസ് നടക്കുന്നത്. അദ്ദേഹത്തിന് 2 കാര്യങ്ങളാണ് വളരെ ഇഷ്ടം. ഒന്ന്, കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെ എപ്പോഴും ഇരിക്കും. ഇനിയൊന്ന്, ഈ പശു, പക്ഷി, പട്ടി, പൂച്ച ഇതുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എവിടുന്നാ വാങ്ങിക്കുന്നത്, എവിടുന്നാ കാശ് എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. കല്ലെടുത്ത് എറിയും. കുഞ്ഞുങ്ങൾ, ഇദ്ദേഹത്തിന് ചുറ്റി എപ്പോഴും കുഞ്ഞുങ്ങൾ കാണും. എന്താ വെച്ചാൽ ഇദ്ദേഹം അവിടെയുള്ള ചുറ്റിലും ചുറ്റിലുമുള്ള കല്ലുകൾ എടുത്ത് എറിയും. കല്ലെടുത്ത് എറിയുമ്പോൾ അതെല്ലാം മിഠായികളാകും. ആ മിഠായി എല്ലാം പെറുക്കി തിന്നും കുട്ടികൾ. അതിനു വേണ്ടിയാണ് ഈ നിത്യാനന്ദ സ്വാമിയെ ചുറ്റിയും പറ്റിയും പിള്ളേർ എപ്പോഴും നിറഞ്ഞിരിക്കും. അതുമാത്രമല്ല, കടകളിൽ നിന്ന് കാശ് കൊടുത്ത് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സർവ്വകാലവും ഈ പക്ഷികൾക്കും പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കും. ഈ 2 കാര്യമാണ് നമ്മുടെ നിത്യാനന്ദ സ്വാമിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ കുറേശ്ശെ അദ്ദേഹം അവിടുന്ന് തെക്കോട്ട് വന്നു, തൃശ്ശൂരിൽ വന്നു, പിന്നെ കന്യാകുമാരി വന്നു, പിന്നെ ട്രിവാൻഡ്രം വന്നു. അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തും കുറേ മിറക്കിൾസൊക്കെ നടത്തിക്കൊണ്ടാണ് വന്നത്. അപ്പം ഈ ട്രിവാൻഡ്രത്ത് ഇരിക്കുമ്പം ഈ അമ്പലപ്പുഴ അമ്പലത്തിനെ ആളുകൾ കുറച്ച് പേര് വന്ന് തീയിട്ടു. ആ സമയത്ത് സ്വാമി നിത്യാനന്ദ അമ്പലപ്പുഴ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ സ്വാമിജിയെ കണ്ടപ്പം ഈ വലിയ ഈ ഹൈറ്റും വെയ്റ്റും റഫായിട്ട് ഒരു ഇത് ആകൃതി ഉള്ളതുകൊണ്ട് ഇയാളാണ് തീ വെച്ചത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് ഡാർക്ക് റൂമിലിടണമെന്ന് പറഞ്ഞ് സ്വാമി നിത്യാനന്ദയെ പിടിച്ചുകൊണ്ട് പോയി ഒരു ഇരുട്ട് മുറിയിലിട്ട് അടച്ചു. അപ്പം അടുത്ത ദിവസം ഇത് അന്വേഷിക്കാൻ വരുമല്ലോ, എൻക്വയറിയൊക്കെ നടത്തണമല്ലോ. അങ്ങനെ 2 പേര് വന്നു. അയാളെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്ന 2 പേർക്കും നല്ല സാൻസ്ക്രിറ്റ് അറിയാം, കുറച്ചൊക്കെ പഠിച്ച ആൾക്കാരാണ്. അപ്പം നിത്യാനന്ദയെ ആ ഡാർക്ക് റൂമിൽ നിന്ന് കൊണ്ടുവന്നു. നിത്യാനന്ദയെ കണ്ട ഉടൻ തന്നെ ഈ 2 പേര്, എൻക്വയറിക്ക് വന്ന 2 പേരും ചാടി എണ്ണിച്ച് നിന്നു. അവർക്ക് മനസ്സിലായി ഇത് സാധാരണപ്പെട്ട ആളല്ല. അങ്ങനെ പെട്ടെന്ന് അവർ തന്നെ പറഞ്ഞു, ഇദ്ദേഹമല്ല ഇതൊക്കെ ചെയ്തത്, ഇദ്ദേഹത്തിനെ വിട്ടേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ കള്ളിക്കോട്ട സ്ഥലത്ത് രാഘവൻ എന്നൊരു ഭക്തനുണ്ടായിരുന്നു. അപ്പം രാഘവൻ്റെ സഹോദരിക്ക് ആസ്മ. അപ്പം സഹോദരിയുടെ ആസ്മ മാറ്റാൻ വേണ്ടി സ്വാമിജി അടുത്ത് കേൾക്കാൻ വന്നതാണ് ഈ രാഘവൻ. അപ്പം പറഞ്ഞു, അരിയുടെ കഞ്ഞി കുടിക്കാൻ പറ, നേരെ ശരിയാകും. അങ്ങനെ ഈ അരിയുടെ കഞ്ഞി വെച്ച് കുടിച്ചപ്പോഴത്തേക്ക് രാഘവൻ്റെ സഹോദരിക്ക് പരിചിതം മാറി, ആസ്മ മാറി. അതുമാത്രമല്ല, പൊടിയരിക്കഞ്ഞി കുടിച്ചതോടുകൂടി മരണം വരെ ആ സഹോദരിക്ക് ആസ്മ വന്നിട്ടേ ഇല്ല. അതിന് പിന്നെ ഒരു അറ്റാക്ക് വന്നിട്ടേ ഇല്ല. ജസ്റ്റ് സ്വാമിജി പറഞ്ഞ പോലെ പൊടിയരിക്കഞ്ഞി വെച്ച് കുടിച്ചതാണ്. അപ്പം ഇത് പൊടിയരിക്കഞ്ഞി നമ്മളും തന്നെ കുടിക്കുന്നു, എല്ലാവരും തന്നെ കുടിക്കുന്നു. അതുകൊണ്ടല്ല, ആ സ്വാമിജിയുടെ ഒരു ശക്തി അതിനകത്തുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പം എല്ലാം മാറുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ രാഘവൻ്റെ വീട്ടിൽ അന്ന് തങ്ങാൻ പറഞ്ഞു. സ്വാമിജി പറഞ്ഞു, ഓക്കെ, ഇന്ന് സ്റ്റേ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം കട്ടിലും ഒക്കെ റെഡിയാക്കുന്നു, അന്ന് രാത്രി കിടന്ന് ഉറങ്ങാൻ. അപ്പം സ്വാമിജി പറഞ്ഞു, ഒരു കയറ് കൊണ്ടുപോകാൻ. എന്തിനാ കയറ് ചോദിക്കുന്നേ സ്വാമിജി? എന്തായിരുന്നാലും ചോദിച്ചതല്ലേ, നമ്മൾ കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു വലിയ നീളത്തിലൊരു കയറ് കൊടുത്തു. സ്വാമിജി എന്ത് ചെയ്തു, 2 ജന്നലിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്, ഒരു ജന്നലിലും ഇനിയൊരു ജന്നലിലുമായിട്ട് കയറിനെ കെട്ടി അതിൻ്റെ പുറത്ത് കയറി കിടക്കുന്നു. അപ്പം സ്വാമിജി കിടക്കുന്ന അതേ മുറിയിലാണ് ഈ രാഘവനും തറയിൽ കിടക്കുന്നത്. അപ്പം സ്വാമിജി രാത്രി
ഇപ്പം നമ്മൾ കട്ടിലിൽ കിടക്കുമ്പം വലത്തെ സൈഡും ഇടത്തെ സൈഡും മാറി മാറി കിടക്കുമല്ലോ, അതുപോലെ ആ കയറിൻ്റെ മേളിൽ കിടക്കുന്നു, അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു, സുഖമായിട്ട് ഉറങ്ങുന്നു. ഇത് കണ്ടപ്പോൾ രാഘവന് സഹിക്കാൻ വയ്യ. എന്തുവാ ഇതല്ലേ അതിശയം എന്ന് പറഞ്ഞ്, എന്നാൽ പിന്നെ നമ്മുടെ വീട്ടിലുള്ള മറ്റവരെല്ലാം കൂടെ വിളിച്ച് കാണിക്കാം എന്ന് പറഞ്ഞ് പോന്നു. പക്ഷെ എണ്ണിക്കണമെന്ന് വിചാരിക്കുന്നു, അദ്ദേഹത്തിന് എണ്ണിക്കാൻ വയ്യ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ്, അനുഭവിച്ചപ്പോഴാണ് രാഘവന് മനസ്സിലായി നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന ആള് സാധാരണ ആളല്ല, വലിയ ഒരു മഹാനാണ് എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് പിന്നെ അദ്ദേഹം പല സ്ഥലങ്ങളിലും, ഈ ചെരുക്കുണ്ണി, കുമ്പള, പയ്യന്നൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, അങ്ങനെ ഓരോ സ്ഥലമായിട്ട് പോയി. പല സ്ഥലത്തും അദ്ദേഹത്തിന് വീടായിട്ടൊന്നുമില്ല, മരത്തിൻ്റെ ചുവട്ടിലായിരിക്കും താമസിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിലായിരിക്കും പോയി നിൽക്കുന്നത്. അങ്ങനെ പല പല കാര്യങ്ങളിൽ. അപ്പോൾ അവിടെയൊക്കെ അദ്ദേഹം പല മിറാക്കിൾസ്, അതിശയങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ കുമ്പള എന്നുള്ള സ്ഥലത്ത് ഒരു കിണർ തോണ്ടാൻ പറഞ്ഞു. കിണർ തോണ്ടിയപ്പം എത്ര തോണ്ടിയിട്ടും വെള്ളം വരുന്നില്ല. അപ്പോൾ ആൾക്കാർക്കെല്ലാം, ചുറ്റിയുള്ളവരെല്ലാം സ്വാമിജിയെ കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർക്ക് വിശ്വാസമില്ല ഈ കിണർ തോണ്ടും ഇതിനകത്ത് വെള്ളം വരുമെന്ന്. അപ്പം ആ മേസ്തിരി സ്വാമിജിയെ തന്നെ വന്ന് കണ്ട്, മേസ്തിരി ഒരുപാട് തോണ്ടി എന്നിട്ടും ഒരു ചൊട്ട് വെള്ളം കാണുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? വെള്ളം വരുന്നില്ല ഇല്ലയോ? ശരി, നാളെ വരും, നീ പോ എന്ന് പറഞ്ഞു. അത് ഡിസംബർ മാസം കേരളത്തിൽ ശരിക്കും മഴയല്ല, ഒരു തണുപ്പുള്ള സമയമാണ്. അന്ന് രാത്രി ആ ഏരിയയിൽ, ആ കിണർ തോണ്ടിയ ഏരിയയുടെ അന്ന് ആ സ്ഥലത്തുള്ളവർക്കെല്ലാം അനുഭവപ്പെട്ടത് ഭയങ്കര ഇടിയും മിന്നലുമായിരുന്നു. പിന്നെ ആ കിണർ തോണ്ടിയ സ്ഥലത്ത് മാത്രം ഭയങ്കരമായിട്ട് മഴ പെയ്തു. വേറെ എവിടെയും മഴയില്ല, ആ സ്ഥലത്ത് മാത്രം മഴ പെയ്തു, കിണർ നിറഞ്ഞു. അപ്പം പിറ്റേ ദിവസം മേസ്ത്രി ഓടിക്കൊണ്ട് വന്ന് സ്വാമിജിയുടെ കാല് പിടിച്ച് നന്ദി പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം നടത്തി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പ്രാവശ്യം ഇദ്ദേഹം, നമ്മുടെ സ്വാമിജി എപ്പോഴും ഒരു കോണകം മാത്രമേ, ലെങ്കോട് മാത്രമേ ഉടുത്തുകൊണ്ട് നടക്കത്തുള്ളൂ. ചിലപ്പോൾ അതൊക്കെ താഴെ വീഴും. അത് താഴെ വീഴുന്നതും ഇടുപ്പിയിരിക്കുന്നതും ഒന്നും ഒരു പ്രജ്ഞയില്ലാത്ത രീതിയിലാണ് സ്വാമിജി. അപ്പം അത് ഈ നമ്മുടെ ഗുരുദേവ് നിത്യാനന്ദയുടെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ പല പുസ്തകങ്ങളിൽ പല ഗുരുക്കന്മാരെക്കുറിച്ച്, ഗുരുക്കന്മാരല്ല മഹാന്കളെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഇതേ സ്ഥിതിയാണ്. അതായത് അവർ ഉടുക്കുന്നത് വെറും ഒരു ലങ്കോടാണ്, അതുപോലും അവർക്ക് ദേഹത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രജ്ഞയില്ല. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ദേഹത്തിൻ്റെ നൊമ്പലം, അതിൻ്റെ സുഖം, അതിൻ്റെ ദുഃഖം, അതൊന്നും അവർക്കില്ല. എന്നുവെച്ചാൽ അതെല്ലാം കടന്നുപോയ ഒരു സ്ഥിതിയാണ്. അവരെപ്പോഴും സന്തോഷത്തിലാണ്. സന്തോഷം എന്ന് പറയുന്നത് ആനന്ദമല്ല, പേരാനന്ദം. ആനന്ദം, ഞാൻ അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പരമാത്മാവിൻ്റെ കൂടെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ആ ഒരു സന്തോഷത്തിലാണ് അവർ നടക്കുന്നതും നിൽക്കുന്നതും പല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മേളിൽ തുണിയുണ്ടോ, മേല് വേദന എടുക്കുന്നോ ഒന്നും അവർക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നമ്മുടെ സ്വാമി നിത്യാനന്ദ നടന്നുകൊണ്ട് പോകുമ്പം ചിലപ്പോൾ ലെങ്കോടൊക്കെ താഴെ വീഴും. അങ്ങനെ ഇദ്ദേഹം തുണിയില്ലാതെ നടക്കുന്നു എന്ന് പറഞ്ഞ് വലിയൊരു കംപ്ലൈൻ്റായി. അപ്പം ചില ആൾക്കാർ ഇദ്ദേഹത്തിനെ കുറിച്ച് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പം കംപ്ലൈൻറ്റ് കൊടുത്ത സ്ഥിതിക്ക് പോലീസ് അന്വേഷിക്കണമല്ലോ. അങ്ങനെ നിത്യാനന്ദയെ പിടിച്ചോണ്ട് വന്ന് മാജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ നിർത്തി. ഈ മാജിസ്ട്രേറ്റ് ചോദിക്കുന്നു. നിത്യാനന്ദയുടെ വായിൽ നിന്ന് ഒരു ആൻസറും ഇല്ല. സഹികെട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു തുണി എടുത്തോണ്ട് വാ, കെട്ടിക്കൊടു നിങ്ങൾ. അങ്ങനെ ആൾക്കാർ ഒരു ലെങ്കോട് പോലെ ഒരു തുണി കൊണ്ടുവന്ന് കെട്ടാൻ നോക്കി. എത്ര ശ്രമിച്ചിട്ടും അത് ഇടുപ്പിൽ നിൽക്കുന്നില്ല. അപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ ഒരു തയ്യൽക്കാരനുണ്ടായിരുന്നു. അങ്ങേര് സ്വാമി നിത്യാനന്ദയുടെ തീവ്ര ഭക്തനായിരുന്നു. അപ്പം അദ്ദേഹം വന്ന് ചോദിച്ചു, ഞാനൊന്ന് കെട്ടിക്കൊടുക്കട്ടെ, ഞാനൊന്ന് ശ്രമിക്കട്ടെ. ഓക്കെ, കെട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടിയപ്പം ആ തയ്യൽക്കാരൻ, ആ ഭക്തൻ ഇടുപ്പിൽ ആ ലങ്കോട് കെട്ടിയപ്പം അതവിടെ നിന്നു. അപ്പം ഇതൊക്കെയാണ് സ്വാമി നിത്യാനന്ദയുടെ കാര്യങ്ങൾ.
കാണിക്കുന്ന അതിശയങ്ങൾ. അതേപോലെ വേറൊരു ഭക്തൻ, അവന് പാട്ട് വലിയ ഇഷ്ടമാണ്. അപ്പം അദ്ദേഹം സ്വാമിജി അടുത്ത് പറഞ്ഞു, എനിക്ക് പാട്ടാണ് വലിയ ഇഷ്ടം, എനിക്കൊരു ഗ്രാമഫോൺ വാങ്ങിക്കണം. അക്കാലത്തൊക്കെ ഗ്രാമഫോണാണല്ലോ. അപ്പോൾ എനിക്കൊരു ഗ്രാമഫോൺ വാങ്ങിക്കണം സ്വാമിജി എന്ന് പറഞ്ഞു. നിനക്ക് പാട്ടാണോ ഇഷ്ടം? പാട്ട് കേൾക്കണോ? എൻ്റെ ബൊക്കിളിൻ്റെ പുറത്ത് കാത് വെച്ചോണ്ടിരിക്കും, നിനക്ക് എല്ലാ പാട്ടും കേൾക്കാം. അപ്പോൾ ആ സ്വാമിജിയും ആ ഭക്തനും സ്വാമിജിയുടെ ബൊക്കിളിൻ്റെ മേളിൽ കാത് വെച്ചപ്പം ഗന്ധർവ ഗാനങ്ങളാണ് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റിയത്. പല പല ഇൻസ്ട്രുമെൻസും ഒന്നിച്ച് ചേർന്ന് സിംഫണി എന്ന് പറയും, അങ്ങനത്തെ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ബൊക്കിളിൽ നിന്ന്. അതായത് ബൊക്കിൾ എന്ന് പറയുമ്പം അവിടെ മണിപൂരക ചക്രയാണ് ഉള്ളത്. ആ ചക്രയിൽ നിന്ന് വരുന്ന പാട്ടാണ് അദ്ദേഹത്തിന് കേട്ടത്. അതിശയിച്ചു പോയി. അങ്ങനെ പിന്നെ വേറൊരു സ്ത്രീ അവിടെ വന്നിട്ട് അപ്പം ഗർഭിണിയായിരുന്നു. സ്ത്രീ നിത്യാനന്ദയുടെ മുമ്പിലിരുന്ന് കരഞ്ഞു. അപ്പം സ്വാമി നിത്യാനന്ദയ്ക്ക് ആ സ്ത്രീ വന്നപ്പോഴേ അറിയാം ഇത് ഇന്ന കാര്യത്തിന് അവർ വന്നിരിക്കുന്നതെന്ന്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി, ഇവർക്ക് 3 ആൺകൊച്ചുങ്ങൾ ജനിച്ചു, 3 മരിച്ചു. ജനിച്ച് ഒപ്പം തന്നെ ആ കൊച്ചുങ്ങൾ മരിച്ചു എന്ന് മനസ്സിലായി. പക്ഷേ ഇതൊന്നും വെളി പറഞ്ഞില്ല. അദ്ദേഹം എന്താ ചെയ്തു, ആ ഗർഭിണി സ്ത്രീയുടെ മുല 2നെയും പിടിച്ച് തിരിച്ചു. ഞാൻ വല്ലാതെ തിരിച്ചപ്പോഴത്തേക്ക് അവിടെ ചുറ്റിയിരുന്ന ആൾക്കാരൊക്കെ നിത്യാനന്ദയെ തെറ്റിദ്ധരിച്ചു. അങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സ്. അന്ന് എല്ലാവരും കൂടെ ചേർന്ന് നിത്യാനന്ദയെ അടിക്കാനൊക്കെ പോയി. അപ്പം നിത്യാനന്ദ ഒന്നും മിണ്ടിയില്ല. നീ ഇപ്പോഴത്തെ കൊച്ചു നന്നായിരിക്കും. പിന്നാണ് ആൾക്കാർക്ക് അറിഞ്ഞ് ആ 3 കൊച്ചും മരിക്കാൻ കാരണം അവരുടെ മുലപ്പാലിലെ ഒരു വിഷാംശം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പാല് കുടിച്ചപ്പം ഉടൻ തന്നെ ആ കൊച്ചുങ്ങൾ മരിച്ചത്. അപ്പം നിത്യാനന്ദയുടെ കൈകൊണ്ട് അവിടെ അനുഗ്രഹിച്ചപ്പം തന്നെത്താനെ ആ വിഷാംശം വിഷത്തിൻ്റെ അംശം മാറി, ആ സ്ത്രീയുടെ ദേഹത്തുള്ള വിഷാംശം മാറിയതുകൊണ്ട് ഈ 4ാമത്തെ കൊച്ച് നന്നായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിറാക്കിൾസ് നടത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വേറെയും പല കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ പൂജ തുടങ്ങി. അപ്പം ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി നോക്കാം.